പത്രങ്ങൾക്ക് ഫുൾ പേജ് ജാക്കറ്റ് പരസ്യങ്ങൾക്ക് 12 കോടി, 57 പത്രങ്ങൾക്ക് കോളം പരസ്യം 1.5 കോടി, ഔട്ട്ഡോർ പബ്ലിസിറ്റി 14.5 കോടി, ഡോക്യുമെന്ററി നിർമ്മാണം 5 കോടി രൂപ, പരസ്യത്തിനു വേണ്ടിയുള്ള സർക്കാർ സർവറുകളുടെ അറ്റകുറ്റപ്പണി 2.5 കോടി രൂപ, പിണറായി വിജയന്റെ മുഖം വെച്ചുള്ള 600 കൂറ്റൻ ഹോർഡിംഗ്സ് 10 കോടി രൂപ. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ഇടയ്ക്കിടെ അത് വെച്ചിട്ടുണ്ട്. 2500 KSRTC ബസ്സുകളിലും 1000 ദീർഘദൂര ബസ്സുകളിലും പിണറായി വിജയന്റെ മോന്ത പതിപ്പിച്ചതിന് 2.5 കോടി രൂപ. കേരളത്തിലെ 10 വലിയ മാളുകളിൽ ഡിജിറ്റൽ ഡിസ്പ്ലേ വെച്ചതിന് 30 ലക്ഷം രൂപ. ഏറനാട് പരശുരാം ട്രെയിനുകളിൽ പരസ്യം പതിപ്പിച്ചതിന് 10 ലക്ഷം. മെട്രോ പില്ലറുകളിൽ 75 ബോക്സ് പരസ്യം 35 ലക്ഷം. 5 ട്രെയിനുകളിലെ ബോഗിക്കകത്ത് റാപ്പി പരസ്യം 60 ലക്ഷം. 16 റെയിൽവേ സ്റ്റേഷനുകളിൽ 102 LED ഡിസ്പ്ലേ 8 കോടി. 24 ബസ് സ്റ്റേഷനുകളിൽ ജിംഗിൾ പരസ്യം 2 ലക്ഷം. 23 റെയിൽവേ സ്റ്റേഷനുകളിൽ ജിംഗിൾസിന് 53 ലക്ഷം. പരസ്യ നിർമ്മാണം 5.5 കോടി. സോഷ്യൽ മീഡിയ പ്രചാരണത്തിന് ഒരു ജില്ലയ്ക്ക് 73 ലക്ഷം രൂപ വെച്ച് 14 ജില്ലയ്ക്ക് 10 കോടി 22 ലക്ഷം. സോഷ്യൽ മീഡിയ പ്രചാരണം മെറ്റീരിയൽ 2 കോടി. ചാനൽ യൂട്യൂബ് പരസ്യങ്ങൾ 37 കോടി. റീൽസ് നിർമ്മാണം 3 കോടി. ഡ്രോണുകൾ 2 കോടി. മോഹൻലാലിന്റെ ഇന്റർവ്യൂ പരസ്യം 11.5 ലക്ഷം. അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തെ കൂലി. അത് എത്ര കോടിയാണ് എന്ന് വെച്ചാൽ ഇനി വരുന്ന സർക്കാർ കൊടുക്കണം. അദ്ദേഹത്തിനുള്ള പണം കൊടുക്കാനുള്ള ഫയൽ വർക്കുകളുടെ ഇടയിലാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ച പ്രോട്ടോകോളുകൾ വന്നത്. അതുകൊണ്ട് കൊടുക്കാൻ സാധിച്ചില്ല. ആ പണം ഇനി VD സതീശൻ സർക്കാർ കൊടുക്കണം. അങ്ങനെ മൊത്തത്തിൽ 227 കോടി രൂപയാണ് കഴിഞ്ഞ 3 മാസം കൊണ്ട് പിണറായി വിജയൻ പൊതുജനങ്ങളുടെ പണമെടുത്ത് സ്വന്തം മോന്തയും കള്ളങ്ങളും ഈ കേരളത്തിൽ ഉടനീളം പ്രചരിപ്പിക്കുകയും പരസ്യം എന്ന പേരിൽ വേണ്ടപ്പെട്ടവർക്ക് പൊതുജനങ്ങളുടെ പണം വാരിക്കോരി കൊടുക്കുകയും ചെയ്തത്. 1000 കോടി രൂപ ആസ്തിയുള്ള CPM എന്ന കമ്പനിയുടെ മുതലാളിയാണ് ഈ പിണറായി വിജയൻ. അയാളാണ് പാവപ്പെട്ട ജനങ്ങളുടെ പണമെടുത്ത് ഈ ശുദ്ധ തെമ്മാടിത്തരവും തോന്നിവാസവും കാണിച്ചത്. ഈ സതീശൻ സർക്കാർ ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുകയും ഈ പണം അയാളിൽ നിന്ന് തിരിച്ചു പിടിക്കുകയും ചെയ്യണം. 100 രൂപയ്ക്ക് വേണ്ടി വാവിട്ടുകരഞ്ഞ മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ. 60 കോടി രൂപ കൊടുക്കാനില്ലാതെ ഇറക്കി വെച്ച മെഡിക്കൽ ഉപകരണങ്ങൾ നമ്മുടെ ആശുപത്രികളിൽ നിന്ന് എടുത്തോണ്ട് പോയത് നമ്മൾ നമ്മുടെ കണ്ണാലെ കണ്ടു നിന്നതാണ്. ഈ പണം അയാളിൽ നിന്ന് തിരിച്ചു പിടിച്ചില്ലെങ്കിൽ മലയാളികളായ നമ്മൾ മനുഷ്യരല്ലാതായി തീരും. പ്രതികരണശേഷിയില്ലാത്ത വെറും മാംസപിണ്ടകളായി മാറും. 100 രൂപയ്ക്ക് വേണ്ടി വാവിട്ടുകരഞ്ഞ മനുഷ്യരോട് അനീതി പ്രവർത്തിച്ചവരായി മാറും.